ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ വാഹനത്തിന്റെ മുൻഭാഗം, അതായത് റോഡ് നമുക്ക് ക്ലിയർ ആയിട്ട് കാണണം. വാഹനത്തിന്റെ സ്റ്റിയറിംഗ് നമുക്ക് ഏറ്റവും കംഫർട്ടായിട്ട് കൺട്രോൾ ചെയ്യണം. ഗിയർ ഷിഫ്റ്റിംഗ് ടൈമിങ്ങിൽ ഏറ്റവും നല്ല രീതിയിൽ, മികച്ച രീതിയിൽ ചെയ്യണം. അതോടൊപ്പം തന്നെ നമ്മളുടെ വാഹനത്തിന്റെ ഇൻഡിക്കേറ്റേഴ്സ് സ്വിച്ചുകളെല്ലാം നമുക്ക് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യണം. അപ്പോൾ ഇതിനെല്ലാം വേണ്ടി നമ്മൾ പ്രധാനമായിട്ടും ഒരു വാഹനം ഡ്രൈവ് ചെയ്യാൻ കയറിയിരുന്നാൽ ആദ്യമായിട്ട് ചെയ്യേണ്ടതാണ് വാഹനത്തിന്റെ സീറ്റ് പ്രോപ്പറായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളത്. സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വാഹനത്തിന്റെ സ്റ്റിയറിംഗ് കൺട്രോൾ മാത്രം പൂർണ്ണമായിട്ടും ചെയ്യുക എന്നുള്ളതല്ല. നമുക്ക് നമ്മളുടെ ഫുട് പെഡലുകൾ വരെ കൃത്യമായിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളെല്ലാം നമുക്ക് കംഫർട്ടായിട്ട് ചെയ്യാൻ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ശരിയായ ഒരു മെത്തേഡ് ഉണ്ട്. വാഹനം ഡ്രൈവ് ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വളരെയധികം ഗുണം ചെയ്യും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. ഒരുപാട് എഫേർട്ട് എടുത്ത് ചെയ്യുന്ന വീഡിയോകളാണ്. അതോടൊപ്പം തന്നെ വീഡിയോയ്ക്ക് നിങ്ങൾ ഒരു ലൈക്ക് തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം. സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ അടിസ്ഥാനപരമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ പറഞ്ഞുതരാം. നമ്മുടെ വാഹനത്തിന്റെ സീറ്റിനോട് ചേർന്ന് അടിഭാഗത്തായിട്ട് ചെറിയൊരു ലിവർ ഉണ്ട്. ഈ ഒരു ലിവറിൽ പിടിച്ചുകൊണ്ട് നമുക്ക് സീറ്റ് മുന്നോട്ടും പിന്നോട്ടും അഡ്ജസ്റ്റ് ചെയ്യാം. അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ ഒരു കൈ ഇത്തരത്തിൽ സ്റ്റിയറിംഗിൽ ഒന്ന് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ കുറെ കൂടെ എളുപ്പമായിരിക്കും. അതായത് ഇത്തരത്തിൽ കൈകൾ പിടിച്ചുകൊണ്ട് സീറ്റിന്റെ അടിയിൽ ഒരു ലിവർ ഉണ്ട്. ഈ ലിവറിൽ നമ്മൾ ജസ്റ്റ് മുകളിലേക്ക് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടാനുസരണം സീറ്റ് മുന്നോട്ടും പിന്നോട്ടും നമുക്ക് അറേഞ്ച് ചെയ്യുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ സീറ്റിന്റെ ചാര അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സീറ്റിനോട് ചേർന്ന് തന്നെ ഇത്തരത്തിൽ മറ്റൊരു ലിവർ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിവറിൽ നമ്മൾ ജസ്റ്റ് ഇത്തരത്തിൽ കൈകൾ പിടിച്ചുകൊണ്ട് റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന ലിവർ ഒന്ന് മേളിലേക്ക് പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് നമുക്കിത് ഇത്തരത്തിൽ നമ്മുടെ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. അതിനുശേഷം ആ ലിവറിൽ നിന്ന് കൈ എടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ടും സീറ്റ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് സീറ്റിന്റെ ചാര് നമുക്ക് ലോക്ക് ചെയ്യുവാനും സാധിക്കും. ഇനി മുന്നോട്ടും അതുപോലെ തന്നെ നമുക്ക് ലോക്ക് ചെയ്യാം. അതിനെന്ത് ചെയ്യണം, ഈ ഒരു ലിവർ നമ്മൾ റൈറ്റ് സൈഡിലുള്ള ലിവർ നമ്മൾ മേളിലേക്ക് ഒന്ന് വലിക്കുന്നു. അതിനുശേഷം ആവശ്യാനുസരണം സീറ്റ് വെച്ചതിന് ശേഷം വീണ്ടും ലിവറിൽ നിന്ന് കൈ എടുക്കുക. ഓക്കെ, കൈ എടുത്തതിന് ശേഷം ചിലപ്പോൾ ലോക്ക് ആയില്ലെങ്കിൽ ലിവർ കുറച്ച് താഴോട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സീറ്റ് പ്രോപ്പറായിട്ട് നമുക്ക് ലോക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും. ഇനി വാഹനത്തിൽ സീറ്റിന്റെ ഹൈറ്റ് കൂട്ടണമെന്നുണ്ടെങ്കിൽ പുതിയ വാഹനങ്ങളിൽ അതിനുള്ള ഒരു സംവിധാനമുണ്ട്. ചില വാഹനങ്ങളിൽ സീറ്റിന്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു ലിവർ കൊടുത്തിരിക്കും. ആ ഒരു ലിവർ ഉപയോഗിച്ച് ഇത്തരത്തിൽ ഇങ്ങനെ മേളിലേക്ക് താഴോട്ടും നമ്മൾ ചെയ്യുന്നതിനനുസരിച്ച് ഈ സീറ്റ് മേളിലേക്ക് പൊങ്ങിക്കൊണ്ടിരിക്കും. എന്നാൽ ഒട്ടുമിക്ക പുതിയ വാഹനങ്ങളിൽ ഇതെല്ലാം മോട്ടറായിട്ടുള്ള സംവിധാനമാണ്. ചെറിയ മോട്ടർ ഉപയോഗിച്ച്, ചെറിയ സ്വിച്ച് ഉപയോഗിച്ച് നമുക്ക് സീറ്റ് മേളിലേക്കും താഴോട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ബേസിക് ആയിട്ട് ഓർത്തിരിക്കുക. സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ ചെയ്യുന്ന ചില തെറ്റുകൾ. ചിലരെ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഇത്തരത്തില് ബാക്കിലേക്ക് കുറച്ച് ഇറക്കിയിടും. അതായത് ക്ലച്ച് ബ്രേക്ക് ആക്സിലറേറ്റർ ഒക്കെ കൺട്രോൾ ചെയ്യാവുന്ന രീതിയിൽ ഇറക്കിയിടും. കാല് വളരെ നിവർത്തി വെച്ച് ഓടിക്കാവുന്ന രീതിയിൽ ഇറക്കിയിടും. അതിനോടൊപ്പം തന്നെ വണ്ടിയുടെ സീറ്റിന്റെ ചാര് കുറച്ചും കൂടെ വൈഡായിട്ട് ചാരി ഇരിക്കാവുന്ന രീതിയിൽ ഇത്തരത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് വാഹനം ഓടിക്കുന്ന പലരുമുണ്ട്. സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ ആദ്യമായിട്ട് നിങ്ങളോട് പറഞ്ഞായിരുന്നു, സ്റ്റിയറിംഗ് കൺട്രോൾ പ്രോപ്പറായിട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, നമുക്ക് വാഹനത്തിന് മറ്റ് കൺട്രോളിംഗ്, ഗിയർ ഷിഫ്റ്റ് പ്രോപ്പറായിട്ട് ചെയ്യണം, ഇൻഡിക്കേറ്റേഴ്സ് കൃത്യമായിട്ട് ഉപയോഗിക്കണം. ഇതൊക്കെ ഉപയോഗിക്കുന്ന അവസരങ്ങളിൽ നമുക്ക് ഏറ്റവും കംഫർട്ടായിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അത് നിങ്ങളെ ഞാനൊന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ഇത് സീറ്റ് ബെൽറ്റും കൂടെ ഒന്ന് ഇടുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ വാഹനം നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുന്ന അവസരങ്ങളിൽ നിങ്ങൾ നോക്കുക, എനിക്ക് മുന്നിൽ നിന്നുള്ള ഒരു വിഷൻ കൃത്യമായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇത്തരത്തിൽ നോക്കിയെങ്കിൽ മാത്രമേ എനിക്ക് പൂർണ്ണമായിട്ടും വാഹനത്തിന്റെ ആ മുന്നിൽ കാണുന്ന റോഡ് ക്ലിയർ ആയിട്ടുള്ള ഒരു വ്യൂ കിട്ടത്തുള്ളൂ. ഇങ്ങനെ ചാരി ഇരുന്ന് ഡ്രൈവ് ചെയ്താൽ മുന്നിലെ റോഡിന്റെ ഒരു വ്യൂ പ്രോപ്പറായിട്ട് നമുക്ക് കിട്ടത്തില്ല. പിന്നെ രണ്ടാമത് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കുക, വളരെയധികം നിവർന്നാണ് നമ്മളുടെ കൈ പൂർണ്ണമായിട്ട് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്ന് ബ്രേക്ക് ചെയ്യേണ്ട സാഹചര്യം വരുമ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ മുന്നോട്ട് പോവുകയും നമ്മുടെ ഈ ഒരു ജോയിന്റിന് കൂടുതൽ ഇങ്ങോട്ട് ബെൻഡാകാനുള്ള സാധ്യതകളാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ജോയിന്റിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അതുപോലെ തന്നെ സ്റ്റിയറിംഗ് നമ്മൾ ലെഫ്റ്റ് റൈറ്റ് ഒക്കെ തിരിക്കുന്ന അവസരങ്ങളിൽ നിങ്ങൾ നോക്കുക, നമ്മളുടെ ഈ ഷോൾഡറിന് കൃത്യമായിട്ടും പെയിൻ ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലായിട്ട് വൈഡായിട്ട് ഇരിക്കുന്നത് കൊണ്ട് തന്നെ. അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ ഇത്തരത്തിൽ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യരുത്. ഇനി അതുപോലെ തന്നെ റോങ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന മറ്റൊരു രീതിയാണ്, ചിലര് സീറ്റ് വളരെയധികം മുന്നോട്ട് കയറ്റിയിടും. ഇത്തരത്തിൽ വളരെയധികം മുന്നോട്ട് കയറ്റിയിടും. വണ്ടിയുടെ സീറ്റിന്റെ ചാര് ഈ ഒരു തരത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് പലരും വാഹനം ഓടിക്കാറുണ്ട്.
വാഹനം ഡ്രൈവ് ചെയ്യുന്ന അവസരങ്ങളിൽ ഇത്തരത്തിൽ ഡ്രൈവ് ചെയ്യും. നിങ്ങൾ നോക്കുക, വളരെയധികം ബുദ്ധിമുട്ടാണ്. നമ്മൾ ഞെങ്ങി ഇരുന്ന് വാഹനം ഓടിക്കുന്ന ഒരു ഫീൽ. ഒരു ലോങ് ഡ്രൈവ് ഒക്കെ പോകുന്ന അവസരങ്ങളിൽ നമുക്ക് ഒരു പരിധിയിൽ കൂടുതൽ കംഫർട്ടായിട്ട് വാഹനം ഓടിക്കാൻ സാധിക്കത്തില്ല. ക്ലച്ച് ബ്രേക്ക് ഒക്കെ കൺട്രോൾ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് നമ്മളുടെ മുട്ട് വാഹനത്തിന്റെ ഡാഷ്ബോർഡിന്റെ അടിയിൽ ഇടിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതോടൊപ്പം തന്നെ ബാക്ക് പെയിൻ ഉണ്ടാകാനുള്ള സാധ്യതകളും കൂടുതലാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സീറ്റ് അഡ്ജസ്റ്റ്മെന്റും റോങ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. നിങ്ങൾ നോക്കുക, കണ്ടില്ലേ? ഇത്തരത്തിൽ വാഹനം ഓടിച്ചാൽ വളരെ ബുദ്ധിമുട്ടാണ്. നമുക്ക് സ്റ്റിയറിംഗ് ഒക്കെ എടുത്തെടുത്ത് തിരിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ടത്, ഒരുപാട് മുന്നോട്ടും വരാൻ പാടില്ല, ഒരുപാട് ബാക്കിലേക്കും പോകാൻ പാടില്ല. ഇതിന്റെ ഇടയിലായിരിക്കണം നമ്മൾ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. ഇനി ശരിയായിട്ടുള്ള മെത്തേഡ് നിങ്ങളെ കാണിച്ചു തരാം. അതിന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ സ്റ്റിയറിംഗ് വീലിനെ ഒരു റൗണ്ട് ക്ലോക്ക് ആയിട്ട് നിങ്ങൾ സങ്കല്പിക്കുക. റൗണ്ട് ക്ലോക്കിൽ 10 മണി കഴിഞ്ഞ് 10 മിനിറ്റ് ആകുമ്പോൾ സൂചി നിൽക്കുന്ന ഒരു പൊസിഷൻ ഇല്ലേ, ആ ഒരു പൊസിഷൻ നിങ്ങൾ മനസ്സിലാക്കുക. ആ ഒരു പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഏകദേശം ഈ ഒരു രീതിയാണ്. അപ്പോൾ ഈ ഒരു പൊസിഷൻ നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യേണ്ടത്, നിങ്ങളുടെ കൈയുടെ ഈ ഒരു റിസ്റ്റ് ഭാഗം നമ്മൾ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഇരിക്കുമ്പോൾ ഇത്തരത്തിൽ നിവർന്ന് ഈ 10-10 പൊസിഷനിലേക്ക് എത്തിയിരിക്കണം. ഓക്കെ, ഇപ്പോൾ വളരെ അടുത്താണ് സീറ്റ് ഉള്ളത്. ഞാൻ സീറ്റ് കുറച്ച് ബാക്കിലേക്ക് ഇറക്കിയിടുന്നു. നിങ്ങൾ നോക്കുക, കുറച്ച് ബാക്കിലേക്ക് ഇറക്കി. ഇനി ഞാൻ കൈയുടെ റിസ്റ്റ് വെച്ച് നിങ്ങൾ നോക്കുക, ഇത്തരത്തിൽ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നു. എനിക്കിനി കുറച്ചും കൂടെ ബാക്കിലേക്ക് ഇറങ്ങാം. ഒരു പോയിന്റിന് ഞാൻ ബാക്കിലേക്ക് സീറ്റ് ഇറക്കിയിടുന്നു. ഓക്കെ, വീണ്ടും ഞാൻ ഇതേ കൈ നിവർത്തി വെച്ച് നോക്കുക, എനിക്ക് റിസ്റ്റ് പൂർണ്ണമായിട്ട് ഒരു 10-10 പൊസിഷനിലെ കൈയുടെ റിസ്റ്റ് സ്റ്റിയറിംഗ് വീലിന്റെ മേളിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ സീറ്റ് ഇറക്കിയിടുക. ഇത്തരത്തിൽ ഇറക്കിയിട്ടാൽ നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യുന്ന അവസരങ്ങളിൽ നിങ്ങൾ നോക്കുക, കൈക്ക് ഇത്തരത്തിലുള്ള ഒരു ബെൻഡ് ഉണ്ടാകും. ഇത്തരത്തിലൊരു ബെൻഡ് വന്നു കഴിഞ്ഞാൽ, പെട്ടെന്ന് ഒരു ബ്രേക്കിംഗ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കുക, കണ്ടില്ലേ? ഈ ഒരു രീതിയിലേ വരത്തുള്ളൂ. ഒരു കാരണവശാലും നമ്മുടെ ഈ ഒരു ജോയിന്റിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകത്തില്ല. ഇത്തരത്തിൽ നിവർന്നിരിക്കേണ്ട സാഹചര്യങ്ങൾ വരുന്നില്ല. ഇനി ചാര അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്. ചാര അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഒരു കാരണവശാലും 90 ഡിഗ്രിയിൽ ചാര അഡ്ജസ്റ്റ് ചെയ്ത് വെക്കരുത്. നിങ്ങൾക്ക് കൃത്യമായിട്ടും ബാക്ക് പെയിൻ ഉണ്ടാകും. അതുപോലെ തന്നെ നിങ്ങളുടെ സ്പൈനിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. നെക്ക് പെയിൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത്, ഒരു 100 ഡിഗ്രി അല്ലെങ്കിൽ 110 ഡിഗ്രിയിൽ ചാര അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, ഇത് കംഫർട്ടാണ്. ഇപ്പോൾ ഒരു 100 ഡിഗ്രി ചെരിവുണ്ട്. ഈ ഒരു രീതിയിൽ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, എനിക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുമ്പോൾ ഇപ്പോൾ വളരെയധികം കംഫർട്ടാണ്. ഞാൻ വാഹനം ജസ്റ്റ് നിങ്ങളെ സ്റ്റാർട്ട് ചെയ്ത് കാണിക്കാം. ഈ ഒരു സമയത്ത് എൻ്റെ കാലിന്റെ മുട്ട് ക്ലച്ച് ബ്രേക്ക് ഒക്കെ കൺട്രോൾ ചെയ്യുമ്പോൾ ഡാഷ്ബോർഡിന്റെ അടിയിൽ ഇടിക്കുന്നില്ല. കാലിന്റെ നീക്ക് ഒരു ചെരിവോടുകൂടി, കാലിന്റെ നീ ഇത്തരത്തിൽ നമ്മൾ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്തതുപോലെ തന്നെ ചെറിയൊരു ചെരിവോട് കൂടിയാണ് കാലിന്റെ ആ ഒരു മുട്ടിന്റെ ഭാഗം വന്നിരിക്കുന്നത്. ഓക്കെ, എനിക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യാനായിട്ട് എളുപ്പത്തിൽ സാധിക്കുന്നുണ്ട്. നിങ്ങൾ നോക്കുക. ഓക്കെ, ലെഫ്റ്റ് റൈറ്റ് ഒക്കെ എനിക്ക് വളരെ നല്ല രീതിയിൽ തന്നെ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വാഹനത്തിൽ നിന്ന് നമുക്ക് റോഡ് നല്ല ക്ലിയർ ആയിട്ടുള്ള ഒരു വ്യൂ കിട്ടുന്നുണ്ട്. ഗിയർ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് പ്രോപ്പറായിട്ട് സാധിക്കുന്നുണ്ട്. ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ കൈകൾ ഇത്തരത്തിൽ പിടിച്ച് പ്രോപ്പറായിട്ട് നമുക്ക് ഓരോ ഗിയറും ഷിഫ്റ്റ് ചെയ്യാം. ഇൻഡിക്കേറ്റർ സ്വിച്ചുകൾ ഏറ്റവും കംഫർട്ടായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ വേണം നിങ്ങൾ ഒരു സീറ്റ് പ്രോപ്പറായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ. നമ്മളൊരു ലോങ് ഡ്രൈവ് ഒക്കെ പോകുന്ന അവസരങ്ങളിൽ സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടില്ലാതെ വളരെ കംഫർട്ടായിട്ട് വാഹനം ഓടിക്കുവാനായിട്ട് കഴിയുന്നതാണ്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഹെഡ് റെസ്റ്റിന്റെ ഒരു അഡ്ജസ്റ്റ്മെന്റ്. നിങ്ങൾ നോക്കുക, നമുക്ക് ഈ ഒരു ഹെഡ് റെസ്റ്റ് നമ്മളുടെ ഇഷ്ടാനുസരണം നമുക്ക് ഹൈറ്റ് കൂട്ടാനും ഹൈറ്റ് കുറയ്ക്കുവാനായിട്ടും സാധിക്കും. നിങ്ങൾ നോക്കുക, ഞാനിത് ജസ്റ്റ് ഊരിയെടുത്ത് നിങ്ങളെ കാണിക്കാം. ഈ ഒരു ഹെഡ് റെസ്റ്റിന് ഒരു 3 പോയിന്റ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് കാണാമെന്ന് കരുതുന്നു. അതായത് ഗ്രൈൻഡ് ചെയ്ത് 3 ഒരു പോയിന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതനുസരിച്ചാണ് ഇത് നമുക്ക് ലോക്ക് ചെയ്തെടുക്കുവാനായിട്ട് സാധിക്കുന്നത്. ഇത് ശരിയായിട്ടുള്ള ഒരു ഹെഡ് റെസ്റ്റിന്റെ ഒരു അഡ്ജസ്റ്റ്മെന്റ് അല്ല. ഹെഡ് റെസ്റ്റ് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഏകദേശം ഈ ഒരു പോയിന്റിൽ, അതായത് നമ്മുടെ തലയുടെ ഈ ഒരു റൗണ്ട് ഭാഗം ഏകദേശം ഈ ഹെഡ് റെസ്റ്റിന്റെ ബാക്കിൽ ഇത്തരത്തിൽ വരുന്ന രീതിയിൽ നിങ്ങൾ കൃത്യമായിട്ടും ഹെഡ് റെസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുവാനായിട്ട് ശ്രമിക്കുക. അതോടൊപ്പം തന്നെ ഹെഡ് റെസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഇത് ഒരുപാട് അടുത്തോട്ട് വരാൻ പാടില്ല. ഈ ഒരു തരത്തിലുള്ള ഒരു ഗ്യാപ്പ് എപ്പോഴും ഹെഡ് റെസ്റ്റിൽ ഉണ്ടാകണം. പെട്ടെന്ന് നമ്മൾ വാഹനം ഓടിച്ചുകൊണ്ട് പോകുന്ന അവസരങ്ങളിൽ ഒന്ന് സഡൻ ആയിട്ട് ബ്രേക്ക് ചെയ്യേണ്ട സിറ്റുവേഷൻ വരുമ്പോൾ ഇങ്ങനെ ചേർന്നാണ് ഇരിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു അപകടമുണ്ടാകുന്ന സാഹചര്യങ്ങളിൽ ഇത്തരത്തിൽ ചേർന്നാണ് ഇരിക്കുന്നതെങ്കിൽ പെട്ടെന്ന് ഇത്തരത്തിൽ ഇടിക്കുകയും നമ്മുടെ കഴുത്തിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ ഉള്ള സാധ്യതയുണ്ട്. തലയ്ക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ ഈ ഒരു ഗ്യാപ്പിലാണ് ഇരിക്കുന്നതെങ്കിൽ ഏതെങ്കിലും
ഒരു അപകടം ഉണ്ടായാൽ പോലും പെട്ടെന്ന് ഇങ്ങനെ ആഞ്ഞ് ബാക്കിലേക്ക് ഈ ഒരു തരത്തിലേ വരത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് കൂടുതലായിട്ടുള്ള ഇഞ്ചുറികൾ നമ്മളുടെ കഴുത്തിനോ ഒന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല. എന്നാൽ ചേർന്നിരുന്നാൽ തീർച്ചയായിട്ടും വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അതുകൊണ്ടാണ് ഈ ഒരു ഹെഡ് റെസ്റ്റ് എപ്പോഴും ഈ ഒരു ഗ്യാപ്പിൽ ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഹെഡ് റെസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ തലയുടെ ഈ ഒരു ഭാഗം കൃത്യമായിട്ടും ഈ ഒരു ഹെഡ് റെസ്റ്റിൽ വരുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഒരുപാട് ഇങ്ങനെ ചേർന്നിരിക്കേണ്ടതായിട്ടില്ല, ഈ ഒരു ഗ്യാപ്പ് ഇട്ട് വെക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഒരു സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. ഞാൻ ഓരോ വീഡിയോകളും വളരെയധികം എഫോർട്ട് എടുത്ത് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കിയാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് നൽകുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ മറക്കാതെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരണം. അതോടൊപ്പം തന്നെ നിങ്ങൾ കൂട്ടുകാരുടെ ഇടയിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് നൽകുക. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്തൊരു ദിവസം കാണാം. ഓക്കെ, ബൈ.